എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ ഇന്ത്യൻ ഫുട്ബോളർ CK വിനീത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ സാഹിത്യോത്സവം പരിപാടിയിൽ പങ്കെടുത്ത് കുംഭമേളയെ അതിമ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ ഉത്തർപ്രദേശ് പോലീസിൽ, അതായത് CK വിനീതിനെതിരെ ഉത്തർപ്രദേശ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അവിടുത്തെ മലയാളി സമൂഹം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ഉടൻ തന്നെ കേരളത്തിലെത്തുകയും CK വിനീതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് കുംഭമേളയെ ആര് അപമാനിച്ചു കഴിഞ്ഞാൽ, സമൂഹ മധ്യത്തിൽ അപമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവന്മാർക്കെതിരെ കർശന നടപടിയെടുക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് യോഗി ആദിത്യനാഥ് കുംഭമേള തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം കൊടുത്ത അഭിമുഖത്തിൽ യോഗി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇതിനകം തന്നെ ഒരുപാട് ഈ സുഡാപ്പികൾ, അതായത് പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കുംഭമേളയെ അപമാനിക്കുന്ന സുഡാപ്പികളെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അധികം വാർത്തയാക്കിയിട്ടില്ല. ഈ CK വിനീത് ഈ സാഹിത്യോത്സവം പരിപാടിയിൽ പങ്കെടുത്ത് എന്താണ് പറഞ്ഞതെന്നറിയോ? അതായത് കുംഭമേള വെറും ഒരു ആൾക്കൂട്ടം മാത്രമാണ്, അവിടെ ഒരു ആധ്യാത്മിക പ്രസക്തിയൊന്നുമില്ല, ചുമ്മാ കുറേ ആൾക്കാർ അവിടെ കൂടുന്നു. അവിടെ ഒരു വശത്ത് കുറേ നാഗസന്യാസിമാർ, അതായത് തുണിയും ഉടുക്കാത്ത, വസ്ത്രമൊന്നും ഉടുക്കാത്ത നാഗസന്യാസിമാർ, മറ്റൊരു ഭാഗത്ത് കുറേ സാധാരണക്കാർ. ഇവരെ കൂടാതെ ഈ രണ്ടാൾക്കാരെയും, അതായത് ഇവിടെ സ്നാനം ചെയ്യാൻ വരുന്ന ആൾക്കാരെ കണ്ട് അവിടെ കച്ചവടം ചെയ്യാൻ വരുന്ന, ഉപജീവന മാർഗത്തിന് വേണ്ടി കച്ചവടം ചെയ്യാൻ വരുന്ന മറ്റൊരാൾക്കാർ മറുവശത്ത്. അപ്പോൾ ഇവരെ ഈ CK വിനീതിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇവർ രണ്ടു പേരുമല്ല, ഈ നാഗസന്യാസിമാരുമല്ല, ഈ സ്നാനം ചെയ്യാൻ വരുന്ന ഭക്തജനങ്ങളെല്ലാം അട്രാക്ട് ചെയ്തത് ഇവരെ കണ്ട് അവിടെ എന്താ പറയുക, കച്ചവടം നടത്താൻ വരുന്ന ആൾക്കാരെയാണ്, സാധാരണക്കാരെയാണ് വിനീതിനെ അട്രാക്ട് ചെയ്തത് എന്നാണ് ഈ ആശാൻ തള്ളിവിടുന്നത്. പിന്നെ അതുമാത്രമല്ല, ഗംഗയിലെ ജനത്തിൽ ഗംഗയിലിറങ്ങി കുളിക്കാൻ മനസ്സ് വന്നില്ല, അത്രയും മലിനമായിരുന്നു. അതായത് മനുഷ്യ വിസർജനം പോലും അവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഈ മാതൃഭൂമി ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അതായത് ഇതൊരു സാഹിത്യോത്സവമാണ്. ഈ സാഹിത്യവുമായി ഒരു ബന്ധമില്ലാത്ത ഇവനൊക്കെ പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ തന്നെയാണ്. അതായത് ഇതിന് മുന്നേ തന്നെ അവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കുംഭമേളയ്ക്കെതിരെ, അതായത് അവിടുത്തെ നടത്തിപ്പിനെതിരെ. പിന്നെ അതുമാത്രമല്ല, ഈ ആശാൻ പറയുണ്ടായി കുറേ ആൾക്കാർ അവിടെ സാധാ നിലത്ത് കിടന്ന് ഉറങ്ങുകയാണ്, ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ല, ചുമ്മാ ഒരു ടെൻറ്റിൽ തന്നെ, അതായത് ഒരു 100 സ്ക്വയർ ഫീറ്റ് താഴെ തന്നെ ചിലപ്പോൾ ഒരു 1000-5000 പേർ കിടന്നുറങ്ങുന്നു. എന്നിട്ട് അവരുടെ അടുത്ത് ഇവൻ സംസാരിച്ചത്രേ. അപ്പോൾ അവരുടെ അടുത്ത് ഇവൻ സംസാരിച്ചപ്പോൾ മോദിജിക്കും യോഗിജിക്കും ജയ് വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതവന് സഹിച്ചില്ല, മോദിജിക്കും യോഗിജിക്കും ജയ് വിളിച്ചില്ല. അപ്പോൾ അവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മോദിജിക്കും യോഗിജിക്കും ജയ് വിളിക്കുന്നത് അവൻ ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറയുണ്ടായി, ഇത്രത്തോളം സൗകര്യം ചെയ്ത്, ഇത്രയെങ്കിലും സൗകര്യം ചെയ്ത് തന്നല്ലോ മോദിജിയും യോഗിജിയും, അപ്പോൾ അതിനു വേണ്ടിയാണ് അവർ ജയ് വിളിക്കുന്നത് എന്നാണ്. അപ്പോൾ അവൻ ഉദ്ദേശം, അവൻ്റെ ലക്ഷ്യം വെക്കുന്നത് തന്നെ രാഷ്ട്രീയമായി BJP അടിക്കുക, കേന്ദ്ര സർക്കാരിനെ അടിക്കുക, ഹിന്ദുക്കളെ അപമാനിക്കുക എന്ന തരത്തിൽ തന്നെയാണ് അവൻ്റെ ഉദ്ദേശം. ഈ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ഫെസ്റ്റിവൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാഹിത്യോത്സവമാണ്. ഇത്തരത്തിൽ സാഹിത്യമായി ഒരു ബന്ധമില്ലാത്ത ഇവനെ ഇത്തരത്തിൽ ആൾക്കാർ ഈ ഇത്തരം മ്ലേച്ഛമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതിന് പിന്നിൽ സുഡാപ്പികൾ തന്നെയായിരിക്കും. അതായത് സുഡാപ്പികൾ, അതായത് മാക്സിമം ഈ ഭാരത സംസ്കാരത്തെയും അതിൻ്റെ കൾച്ചറിനെയൊക്കെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടി, ഇത്തരം പരിപാടി, ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നത്. അല്ലെങ്കിൽ ഈ എന്താ പറയുക, സാഹിത്യമായി ഒരു ബന്ധമില്ലാത്ത ഇവരെ പിടിച്ചെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ മലയാളി സമൂഹം പ്രതികരിച്ചത്. അവിടുത്തെ മലയാളി സമൂഹം വളരെ ആക്റ്റീവാണ്, വളരെ അഗ്രസീവാണ്. ഇത്തരത്തിൽ കുംഭമേളയെ അപമാനിക്കുന്ന ആരും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പറയുക, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇന്നോ നാളെയുമായിട്ട് ഉത്തർപ്രദേശ് പോലീസ് CK വിനീതിനെ പൊക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് ഒരു തരത്തിലും ഇത്തരത്തിൽ വെച്ചു പൊറുപ്പിക്കില്ല. കഴിഞ്ഞ ദിവസം തന്നെ കുംഭമേളയിൽ പങ്കെടുത്ത് കുളിസീൻ പിടിക്കാമെന്ന കുറേ ആൾക്കാരെ പിടിച്ചിരുന്നു. പിന്നെ രഹസ്യമായി വീഡിയോ എടുത്ത് പോയി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ഏകദേശം 5000 അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കുറച്ചിപ്പം 2-3000 ആൾക്കാർ കേസ് രജിസ്റ്റർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-3000 ആൾക്കാരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാവുന്നത്, കുംഭമേളയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും യോഗി ആദിത്യനാഥ് വെറുതെ വിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ CK വിനീത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല. ഈ കുംഭമേള വെറും ആൾക്കൂട്ടമാണ്. ഇത് എന്താ പറയുക, ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് PR വർക്കിൻ്റെ വെറും PR വർക്കാണ്. PR വർക്ക് എന്നതുകൊണ്ട് 10-45 കോടി ആൾക്കാർ വരുന്നു. ഇത് ചുമ്മാ PR വർക്ക് നടക്കുകയാണ്. ഇത്രയും ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങൾ അവിടെ ചെയ്തില്ല എന്നില്ലേ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ചൊറി വരും എന്ന് വരെ ഈ മച്ചാൻ തള്ളിവിട്ടു. അപ്പോൾ ഈ മച്ചാൻ്റെ ചൊറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ്, BJPക്കെതിരെയാണ്. അപ്പോൾ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഈ മച്ചാനെ എന്താ പറയുക, മുമ്പ് വർക്ക് ചെയ്തത്, അതായത് പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറലിസ്റ്റിൻ്റെ ഓഫീസിലെ ഓഡിറ്ററായിരുന്നു. അതായത് വേണ്ടത്ര അറ്റൻഡൻസോ അവിടുത്തെ കിടന്ന് വേണ്ടത്ര അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം, ഉഡായിപ്പ് കാരണം 2016 എന്താ പറയുക ടെർമിനേറ്റ് ചെയ്തതാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതാണ് 2016. അതിനുശേഷമാണ് പിണറായി വിജയൻ സ്പോർട്സ് കോട്ടയിൽ ജോലി കൊടുക്കുന്നത്. അസിസ്റ്റൻ്റ് ഇൻ ദ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പിണറായി വിജയൻ സ്പോർട്സ് കോട്ടയിൽ
ജോലി കൊടുക്കുകയാണ്. അപ്പോൾ ആ ചോറി തീർത്തയാണ് ഇവൻ. അതിൻ്റെ ചോറി, അതായത് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പിരിച്ച്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പിരിച്ച് വിട്ട ചോറി തീർത്തിരിക്കുകയാണ്. എന്താ പറയുക, ആ ചോറി ഇപ്പോഴും മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കുകയാണ്. അതാണ് അവൻ ഇവിടെ കാണിച്ചത്. അല്ലാതെ അതായത് കുംഭമേളയിൽ പോയിട്ട് അവിടെ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല. എടോ ഞാൻ പറയട്ടെ, ഈ കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ പോകുന്നത് അവിടെ ഒരു ആധ്യാത്മികമായ കാര്യം ചെയ്യാൻ പോകണം, അല്ല അവിടെ വാട്ടർ തീം പാർക്കല്ല. അപ്പോൾ അതിൻ്റെതായ ചില ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാമായിരിക്കും. ഇത്രയും ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാം. അത് ഈ സമൂഹ മാധ്യമങ്ങൾക്ക് വന്ന് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്ന്, ഈ സുഡാപ്പി പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഇതിനെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് എന്താ പറയുക, അവിടെ ഒരു വാട്ടർ തീം പാർക്കല്ല. തനിക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ഉദ്ദേശത്തിൽ പോകുകയാണെങ്കിൽ തനിക്ക് പോകാൻ വേറെ ഒരുപാട് സ്ഥലമുണ്ട്. തൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും വളരെ ശുദ്ധമായ രീതിയിലുള്ള വെള്ളമാണ് കിട്ടുന്നതെന്നാണ് വിചാരം. ഇവിടെ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ വളരെ എന്താ പറയുക മലിനജലമാണ് കേരള സർക്കാർ വിതരണം ചെയ്യുന്നത്. ഈക്കോളിയുടെ അളവ് എന്ന് വെച്ചാൽ 100 വരെയാണ് അലൗഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കൗണ്ട് 10,000-ന് മുകളിലൊക്കെയാണ് ഇപ്പോഴും പല സ്ഥലത്തും കൊച്ചിയിൽ സപ്ലൈ ചെയ്യുന്ന വാട്ടറുള്ള ഈക്കോളിയുടെ അളവ്. അപ്പോൾ ആദ്യം നീ ഇവിടുത്തെ കാര്യം ശരിയാക്കുക, എന്നിട്ട് അവിടുത്തെ കാര്യം ശരിയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ചൊറി, ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഉള്ളിലുള്ള നിൻ്റെ ചൊറിയാണ് ഇവൻ തീർത്തത്. അതിന് വേണ്ടിയിട്ട് മാതൃഭൂമി ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ഹിന്ദുത്വത്തിനെതിരെയും ഈ കേന്ദ്ര സർക്കാരിനെതിരെയും അടിക്കാനൊരു വടി കിട്ടി എന്ന രീതിയിലാണ് മാതൃഭൂമിയിൽ ആ സുഡാപ്പികൾ എന്ന് പറയുന്നത് വിനീതിനെ ഈ പ്ലാറ്റ്ഫോമിൽ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പോൾ മോനെ, നീ എഴുതി വെച്ചോ, നിന്നെ അടുത്ത ദിവസം തന്നെ ഉത്തർപ്രദേശ് പോലീസ് പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് ഉത്തർപ്രദേശ് പോലീസ് പൊക്കിക്കഴിഞ്ഞാൽ ആദ്യം 2 പെടപെടക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. നന്നായിട്ട് പെരുമാറും. അവന്മാർക്ക് എന്താ പറയുക, പുറത്തുനിന്നുള്ള ഒരാൾക്കാർക്ക് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. അതായത് എന്താ പറയുക, അടി കിട്ടിയതിൻ്റെ ഒരു പാട് പോലും ഉണ്ടാവില്ല. പക്ഷേ അടിച്ച് ഇഞ്ചി പരിമമാക്കി കളയവന്മാർ. അതിനുവേണ്ടി കാത്തിരുന്നു നീ. ഉടൻ തന്നെ ഇന്നോ നാളെയായിട്ട്, അതായത് ഇന്ന് ഫെബ്രുവരി 22, 2-3 ദിവസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് പോലീസ് നിന്നെ പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയും യശസ് ഉയർത്തി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക, ആ കണ്ണുകടി, ആ ചൊറിച്ചലി ശരിക്കും തീർത്തിരിക്കുകയാണ് ഇത്രയും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന്. എന്തിനായാലും ഉത്തർപ്രദേശ് പോലീസ് ഉടൻ തന്നെ കേരളത്തിലെത്തി വിനീതിനെ അറസ്റ്റ് ചെയ്യുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് 2016 പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ ഓഫീസ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, അതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതാണ്. ഉഡായിപ്പ് കളിച്ചതിൻ്റെ പേരിൽ ടെർമിനേറ്റ് ചെയ്തതാണ്. പിന്നെ 2017 സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പോർട്സ് കോട്ടയിൽ പിണറായി വിജയനാണ് ഈ CK വിനീത് എന്ന് പറയുന്ന സുഡാപ്പിക്ക് ജോലി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലാണ്, കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ചൊറിച്ചിലാണ് അവനിവിടെ തീർത്തത്. പക്ഷേ അവനുള്ള പണി പുറകെ വരുന്നുണ്ട്. UP പോലീസ് ഉടൻ തന്നെ കേരളത്തിലെത്തി ഇവനെ തൂക്കും എന്നാണ് വിവരം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.